ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ യാത്ര എവിടേക്കാന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് ഈ യാത്ര. മുണ്ടക്കായം വഴിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടുള്ളത്. അപ്പം പോകുന്നുള്ള വഴിയിൽ ഇങ്ങനെ ഒരു നല്ല കാഴ്ച കണ്ടപ്പം വണ്ടി ഒന്ന് നിർത്തി അത് ആസ്വദിക്കാമെന്ന് വിചാരിച്ചും. കണ്ടില്ല എന്തൊരു പ്രകൃതി ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന്. അത് പോകുന്ന വഴി മൊത്തം നമുക്കിങ്ങനെ ഒരു ഭംഗി കാണാൻ പറ്റും. കണ്ടില്ലേ, എവിടെ നോക്കിയാലും നമുക്ക് ഇങ്ങനെ ഒരു ഭംഗിയാണ് ഇതുവഴി കാണാൻ സാധിക്കുന്നത്. അതായത് അത്രയ്ക്ക് നല്ലൊരു പച്ച നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ പോകുന്നുള്ള വഴി മൊത്തം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മൾ പോയ പല സ്ഥലങ്ങളിലും ആ പോകുന്ന വഴിയിൽ ഒത്തിരി നല്ല നല്ല സ്പോട്ട്സ്, നല്ല നല്ല കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ വാഗമൺ പോകുന്ന വഴിയിലുണ്ടല്ലോ, ആ വഴി മൊത്തം നമുക്ക് അത്രയ്ക്ക് ഒരു ഭംഗി നിറഞ്ഞ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊരു മനോഹരമാണ് ഈ കാഴ്ചകളെ കാണാമെന്ന്. അതായത് വാഗമൺ എത്തിച്ചേർന്ന ആ സമയം പോലും പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ വാഗമൺ എത്തി. അപ്പോൾ ഇവിടുന്ന് ഗ്ലാസ് ബ്രിഡ്ജ് ഒരു 2.5 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പം ഗ്ലാസ് ബ്രിഡ്ജ് പോകുന്നതിന് മുന്നേ ഇവിടെ നമുക്ക് പൈൻ ഫോറസ്റ്റിനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം പൈൻ ഫോറസ്റ്റ് ചെന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. അപ്പം അവിടേക്ക് പോവാണ്. ഒത്തിരി കടകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വഴിയിൽ. അങ്ങനെ കണ്ടില്ലേ, നല്ല മനോഹരമായ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. ഒത്തിരി വലിയ പൈൻ ഫോറസ്റ്റാണ് ഇത്, കണ്ടില്ലേ. ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് വാഗമണിലെ പൈൻ ഫോറസ്റ്റ്. കണ്ടില്ലേ, ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാം. അതായത് ഇപ്പം നമുക്ക് സമ്മർ വെക്കേഷൻ ആണെങ്കിൽ പോലും ഒത്തിരി വെയിലായതിനാൽ എങ്ങും പോകാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവില്ല. ആ വെയിൽ കാണുമ്പോൾ തന്നെ ശരി, ഇനി ഇന്നെങ്ങും പോകണ്ട, വീട്ടിലിരിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ഈ സ്ഥലത്തുണ്ടല്ലോ നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിക്കത്തില്ല. ഒത്തിരി നല്ല തണുത്ത ഒരു പ്രദേശമാണിത്. ഈ കാണുന്നത് പോലെ തന്നെ അത്രയ്ക്ക് നല്ല ഒരു നേച്ചറാണ് ഇവിടെ നമുക്ക് കാണാനും. അത് മാത്രമല്ല ഇവിടുത്തെ ആ ടെമ്പറേച്ചറും അത്രയാണ്, നല്ല ഒരു കൂളായ ഒരു ടെമ്പറേച്ചറാണ്. മനസ്സിന് ഒരു നല്ലൊരു ആശ്വാസം തരും ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക്. ഇപ്പോൾ ഒരു സന്ധ്യാസമയം ആയതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നല്ല ഒരു തണുത്ത ആ ഒരു വൈബ് നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും. അത് മാത്രമല്ല, കണ്ടില്ലേ എന്തേരം മരങ്ങളാ ഇവിടെന്ന്. ഇവിടുന്ന് 2.5 കിലോമീറ്റർ അകലെയാണ് വാഗമണത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പൊ ഇവിടെ കണ്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നേരെ പോകുന്നത് വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ്. അപ്പൊ അവിടുത്തെ ഭംഗിയും അഡ്വെഞ്ചറസ് ആയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് നമുക്ക് അവിടെ നേരെ ചെന്ന് കാണാം. അപ്പൊ പോവാല്ലോ. അങ്ങനെ ഞങ്ങളിപ്പം ഗ്ലാസ് ബ്രിഡ്ജ് എത്താറായി. അപ്പം ഇനിയും കുറച്ച് ഇവിടുന്ന് ഒരു കിലോമീറ്ററും കൂടി പോയാൽ നമ്മളെ എൻട്രൻസ് എത്തും. ഇതേ കണ്ടില്ല. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ആ എൻട്രൻസിൻ്റെ ആ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ ചെന്ന് എൻട്രൻസ് ഫീ എടുക്കണം. അതിന് ശേഷം അവർ അതിനകത്ത് കയറ്റി വിടത്തുള്ളൂ. അപ്പം അതിനകത്ത് ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ വേറെ അഡ്വെഞ്ചറസ് ആയ ഗെയിംസിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം പോയി എൻട്രൻസ് ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ അങ്ങ് ദൂരം നമുക്ക് പാരച്യൂട്ട് ഡൈവിംഗ് ആണ് കാണുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വെഞ്ചറസ് ആയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണിത്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ എനിക്ക് എന്തായാലും പേടിയാണ്. കാരണം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേടിയുള്ള ഒരാളാണ് ഞാൻ. എന്തായാലും ആദ്യം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അതായത് വാഗമൺ പൈൻ ഫോറസ്റ്റിലേക്ക് ചെന്നതിന് ശേഷം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ്, അതാണല്ലോ നമ്മുടെ മെയിൻ വ്യൂ പോയിന്റ്. അപ്പം അവിടെ ചെന്ന് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയായിരുന്നു വന്നത് തന്നെ. അപ്പം അവിടെ ചെല്ലുമ്പോഴേക്കും ക്ലോസിങ് ടൈം ആയിരുന്നു. അതായത്
5 മണിക്ക് ശേഷം അവർ കയറ്റി വിടത്തില്ല എന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പം നിങ്ങളാരെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ. അതായത് ഓപ്പണിംഗ് ടൈം അവിടെ 9 മണി, രാവിലെ 9 മണി വൈകിട്ട് 5 മണി വരെയാണ് അവിടുത്തെ ടൈമിങ്സ് ഉള്ളത്. അപ്പം ഞങ്ങൾ കറക്റ്റ് 5 മണി 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു അവിടെ ചെന്നത്. ഒരു പക്ഷേ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കാണാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പം പോകാൻ പറ്റിയേനെ. പക്ഷേ ഞങ്ങൾക്കിത് അറിയാത്തതിനാൽ തന്നെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് പോയിട്ട് വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് ചെല്ലുമ്പോഴേക്കും സമയം കഴിഞ്ഞത്. അപ്പം അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേ, നല്ലൊരു ഹോം സ്റ്റേ കിട്ടിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് നമുക്ക്. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഇനി ഇവിടെ നിന്ന് താമസിച്ചിട്ട് നാളെ എന്തായാലും വെളുപ്പിന് എഴുന്നേറ്റ് പോകാനാണ് പ്ലാൻ. എന്തായാലും പോകാതിരിക്കത്തില്ല. അപ്പം എന്തായാലും നാളെ ഗ്ലാസ് ബ്രിഡ്ജ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കുന്നതായിരിക്കും. അവിടുത്തെ ഭംഗിയും ആ ഹൈറ്റിലെ ഒരു വ്യൂവും അഡ്വെഞ്ചറസായ അവിടുത്തെ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാഴ്ച ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനുള്ള യാത്രയിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി നല്ലൊരു മഴ പെയ്തായിരുന്നു. യാദൃശികമായിട്ടാണെങ്കിൽ പോലും ഒരു ദിവസം ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇന്നലെ അത്രയും ദൂരം നമ്മൾ ചെന്നതിന് ശേഷം അവർ കയറ്റിവിടത്തില്ല എന്ന് പറഞ്ഞപ്പം ഒത്തിരി സങ്കടം തോന്നി സത്യം പറഞ്ഞാൽ. അപ്പം തിരിച്ചു പോകണോ വേണ്ടിയോ എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു കുറച്ച് നേരത്തേക്ക്. അപ്പോൾ എന്തായാലും ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഇനി കാണാതെ പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ടായിരുന്നു ഇവിടെ സ്റ്റേ ചെയ്തത്. ഒട്ടും പ്ലാൻഡേ അല്ലായിരുന്നു. കണ്ടില്ലേ, ഇന്നലെ രാത്രി പെയ്ത മഴ കാരണമാണ് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളം നിന്നിട്ടുണ്ട് റോഡിൽ. ഗൈസ് കണ്ടില്ലേ, ഇവിടെ ഒരു വലിയ പാറമലയാണ് കാണുന്നുള്ളത്. രാത്രി മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഇപ്പം കാണാൻ. ആകാശം പോലും എത്ര തെളിഞ്ഞ് നിൽക്കുന്നു, കണ്ടില്ലേ. അപ്പം സമയം ഇപ്പോൾ ഏകദേശം രാവിലെ 8:15 ആയതേ ഉള്ളൂ. 9 മണിക്കാണ് അവർ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഓപ്പണിംഗ് ടൈമിങ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുവരെ എന്ത് ചെയ്യാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ അടുത്ത് മൊട്ടക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി ഉണ്ടെന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. അപ്പോൾ ഗൈസ്, ദേ ആ ദൂരെ കാണുന്നുള്ള നമ്മളിപ്പോൾ കയറാൻ പോകുന്ന മൊട്ടക്കുന്ന്. ഈ കുന്നിന് മുട്ടയുടെ ഷേപ്പാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ മേളിൽ ചെന്ന് അവിടുത്തെ ഭംഗിയും കാഴ്ചയും എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. മഴ പെയ്തത് കൊണ്ട് നല്ല ഒരു കയറാൻ കുറച്ച് പാടാം. നോക്കി കണ്ട് വേണം നമ്മൾ കയറാനായിട്ട്. ചെരുപ്പൂരി വെച്ചു. ഇനി കുറച്ചുകൂടി കയറാനുണ്ട് അടുത്ത്. പക്ഷെ കണ്ടില്ലേ, നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, എന്ത് ഭംഗിയാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കണ്ടില്ലേ, എവിടെ തിരിഞ്ഞാലും പച്ച മലകളാ ഇവിടെ. കണ്ടില്ലേ, ആകാശം പോലും എന്തൊരു ഭംഗിയാ കാണുന്നത് ഇവിടുന്ന്. അപ്പൊ ഇതാണ് ഇവിടുത്തെ കാഴ്ച. അപ്പൊ ഞങ്ങള് വിഷു ആഘോഷിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നതാ നാട്ടിലോട്ടേക്ക്. അപ്പം നാട്ടിലുള്ള നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാതെ പോകാൻ പറ്റത്തില്ലല്ലോ. നല്ല മുട്ട പോലെ തന്നെയാണ് ഈ കുന്നിന്റെ ഒരു ഷേപ്പ്. അതുകൊണ്ടായിരിക്കും മൊട്ടക്കുന്നെന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നാൽ ഈ മൊട്ടക്കുന്നിന്റെ മേളിൽ വന്നാലുണ്ടല്ലോ, ഇവിടെ ചുറ്റുവട്ടത്തുള്ള മൊത്തം കുന്നുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു സ്ഥലത്തുനിന്ന്. അതാണ് ഇവിടുത്തെ ഭംഗി. അങ്ങനെ പ്ലാനിലേ ഇല്ലാത്ത മൊട്ടക്കുന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പം നേരെ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ്. അപ്പോൾ ദേ ഇവിടെ ഇനി ഓപ്പണിംഗ് ടൈം ആവാത്തത് കൊണ്ട് ഇനിയും ഗേറ്റ് തുറന്നില്ല അവർ. ഇനി ഒരു 15 മിനിറ്റും കൂടി ഉണ്ട് 9 മണിക്ക്. ഇന്നലെ വന്നത് വൈകിയും പോയി, ഇന്ന് വന്നത് ഇപ്പം നേരത്തെ ആയി. എന്താ പറയുക അല്ലേ. അങ്ങനെ 9 മണിയായി, അവരിപ്പോൾ കയറ്റി വിട്ടു. അപ്പം ദേ ഇന്നലെ കണ്ട അതേ സ്പോട്ടാണ്. ഇന്നെങ്കിലും നമുക്ക് ചെന്ന് കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക.
അങ്ങനെ എൻട്രൻസ് ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ. ഇത് ജസ്റ്റ് എൻട്രി ആവാനുള്ള ടിക്കറ്റ് മാത്രമാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. അതിനുശേഷം 1 കിലോമീറ്ററും കൂടി നമ്മൾ വണ്ടിയിൽ പോകേണ്ടതാണ് ഗ്ലാസ് ബ്രിഡ്ജുള്ള സ്ഥലത്തേക്കായിട്ട്. ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, അവിടെ നമുക്ക് ഒത്തിരി ബോട്ടിങ്സ്, വേറെ അഡ്വഞ്ചറസ് ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വേണം അവിടെയുള്ള ഗെയിംസിൻ്റെ ടിക്കറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം എടുക്കാൻ. ഈ കാണുന്നതാണ് പാർക്കിംഗ്. അങ്ങനെ ഇവിടെ വണ്ടി നിർത്തി ഞങ്ങൾ നേരെ ചെന്നത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്താണ്. അപ്പം ആരും ഇനി വന്നില്ലായിരുന്നു. ഞങ്ങളാണ് ആദ്യം തന്നെ ചെന്ന് നിന്നത്. ഇത്തവണ എങ്കും കാണണമല്ലോ, കണ്ടേ പറ്റുള്ളൂ. പക്ഷേ ടിക്കറ്റ് കൗണ്ടർ ഇനിയും തുറന്നിട്ടില്ല. 9:30ക്കാണ് ടിക്കറ്റ് കൗണ്ടർ തുറക്കുന്ന സമയം. അപ്പോൾ ഇനിയൊരു 10 മിനിറ്റും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. കണ്ടില്ലേ, ഇവിടെ ഫിഷ് സ്പാ ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഈ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ റേറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിന് ഒരാൾക്ക് ആദ്യം 500 രൂപ ആയിരുന്നു. ഇപ്പം 250 കുറച്ചിരിക്കുകയാണ് അവർ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ ഒത്തിരി കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ അഡ്വെഞ്ചറസ് ആയ ഗെയിംസാണ് ഉള്ളതെന്ന് ഡീറ്റെയിൽസാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നത് സിപ്പ് ലൈനാണ്. ഇപ്പം അത്ര ഒരാൾ പോയതേ ഉള്ളൂ. കണ്ടില്ലേ ഗൈസ്, അങ്ങനെ ഫൈനലി ഗ്ലാസ് ബ്രിഡ്ജ് കാണാനുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം നേരെ ചെന്ന് ഗ്ലാസ് ബ്രിഡ്ജ് കാണുക, അവിടുത്തെ കാഴ്ചകളെ കണ്ട് പേടിച്ചോടുവോ അതോ സന്തോഷിക്കുമോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ചെന്ന് കണ്ടു നോക്കാം. ഗൈസ്, അപ്പോൾ ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. കണ്ടില്ലേ? അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നതിന് മുന്നേ നമ്മളിവിടെ ചെരുപ്പൊക്കെ അയച്ച് വെച്ചിട്ട് വേണം കയറി ചെല്ലാനായിട്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് എത്തിക്കഴിഞ്ഞു. ഈ കാണുന്നതാണ് വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതേപോലെ നല്ല പേടിയും തോന്നുന്നുണ്ട് എനിക്ക്. കാരണം ഹൈറ്റ് എന്ന് വെച്ചാൽ ഒത്തിരി പേടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം മുന്നോട്ട് പോകണോ അതോ തിരിച്ചു പോകണോ എന്നറിയാതെ നിൽക്കുകയാണ്. എന്തായാലും തിരിച്ചു പോയാൽ നാണക്കേടായതുകൊണ്ട് മുഖത്ത് നിറച്ചും ധൈര്യം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും അകത്തുള്ള പേടി എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ കാണുന്ന വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പം നമുക്ക് ദൈവത്തിനെ ഓർത്ത് മുന്നോട്ട് നടക്കാം. അതായത് 3600 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. കണ്ടില്ലേ എത്ര ഒരു ഹൈറ്റിലാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് താഴെ നോക്കുമ്പോൾ അത്രയ്ക്കും പേടി തോന്നും. അതായത് ഹൈറ്റ് പേടിയുള്ളവർ ആയതും താഴെ നോക്കാതെ നടക്കുക, അതായിരിക്കും നല്ലത്. പക്ഷെ ഈ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കണ്ടില്ലേ എന്തോരം കുന്നുകളാണ് ഇവിടെ കാണുന്നത്, എത്ര ഒരു പീക്ക് ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ നല്ല കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വന്നാൽ. അപ്പം നമ്മൾ ഇതിൻ്റെ ഏറ്റവും എൻഡിലാണ് ഇപ്പം നിൽക്കുന്നുള്ളത്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ തന്നെ അങ്ങേയറ്റത്തെ ഒരു എഡ്ജിലാണ് നിൽക്കുന്നുള്ളത്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ ഇതിൻ്റെ മേളിൽ നടന്ന് വരുമ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ചെറുതായിട്ടൊന്ന് ഇളകും. അപ്പോൾ സത്യത്തിൽ നല്ല പേടി തോന്നും. പാവം ഒരു കൊച്ച് കരയുന്നുണ്ടായിരുന്നു. അതിന് കരഞ്ഞങ്ങും കാണിക്കാം. ഞാൻ കരയുന്നത് മറ്റാരും കേട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഭംഗി നിറഞ്ഞ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. അവർ ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രമേ നമ്മൾ അവിടെ കാഴ്ച കാണാൻ അനുവദിക്കത്തുള്ളൂ. അതായ ഉടനെ അവരവിടെ നിന്ന് ഇറക്കി വിടുന്നതായിരിക്കും. പക്ഷേ എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ദിവസം കൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു ഇവിടെ വരണം, ഗ്ലാസ് ബ്രിഡ്ജ് കാണണമെന്ന്. അപ്പോൾ സ്കൈ സൈക്ലിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. അതായത് 14 വയസ്സ് മേൽപ്പെട്ടവർക്ക് മാത്രമേ ഈ ഗെയിംസൊക്കെ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ട് നല്ല അഡ്വഞ്ചറസ് ഗെയിംസൊക്കെ കളിച്ച് നല്ല രീതിയിൽ ഒരു ഭംഗി ആസ്വദിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെ വെറും ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, വേറെ ഒത്തിരി അഡ്വഞ്ചറസ് ആയ ഗെയിംസ് ഉണ്ട്, ബോട്ടിങ്സ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഫ്ലവർ ഗാർഡൻ ആണ്.
തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഫ്ലവർ ഗാർഡൻ. ഇവിടെ വന്നാൽ മറക്കാതെ ചെന്ന് കാണണം. കാരണം അത്രയ്ക്കും നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ. അപ്പം നമ്മൾ ഒത്തിരി ഫ്ലവർ ഗാർഡൻസ് ചെന്ന് കാണും, പക്ഷേ ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു ഫ്ലവർ ഗാർഡൻ ആണ് ഈ കാണുന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാഴ്ചകളും ഭംഗിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല കമൻറ്റിലൂടെ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.